3-4 ദിവസമായിട്ട് ഞാനിങ്ങനെ പിന്നെ എന്താ പറയണ്ടേ ഈ ഒരു കണ്ടന്റ് എടുക്കണം എന്നിങ്ങനെ വിചാരിക്കും. പക്ഷേ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, നാളെ എടുക്കാമെന്ന് വിചാരിക്കും. ഇനി അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. അതായത് നമ്മൾ 2-3 ദിവസം മുമ്പ് ഒരു പയ്യൻ, അതായത് സിനിമയിലൊക്കെ ദിലീപിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച ഒരു പയ്യൻ മരിച്ചത് നമ്മളെല്ലാവരും കണ്ടു. പയ്യന്നൂർ വെച്ചാണ് മരിച്ചത്. ആ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകവും സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ദിലീപിൻ്റെ ആ ഒരു സിനിമയിൽ, രസികൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ഒരു പയ്യനാണ്. ആ പയ്യൻ ഇങ്ങനെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സിനിമാ മേഖലയായിട്ട് തന്നെയാണ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ പയ്യൻ വന്നിട്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ ഒരു ചെറിയ എളിമയായ ഒരു സംഭവമാണ്. നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ അമിതമായിട്ട് എന്ന് പറഞ്ഞാൽ ഫേമസ് ആക്കരുത്. അതായത് ഒന്നും അറിയാത്ത കാലത്ത് ഇവരെ സിനിമയിൽ അഭിനയിപ്പിക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പൈസക്ക് വേണ്ടിയിട്ട് ഇവരെ സീരിയലും സിനിമയും അങ്ങനെയുള്ള പല കാര്യങ്ങളും തന്നെ ഇവരുടെ തലയിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞാൽ ഇവൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ സെലിബ്രിറ്റി ആയിട്ട് വളരും. പിന്നെ ഇവൻ ഒരു ജോലിക്കും പോകാൻ കഴിയില്ല, ഇവനെ ആരും കൂട്ടത്തില്ല. എവിടെ പോയി കഴിഞ്ഞാലും എന്ന് പറഞ്ഞാൽ സിനിമാ താരമായിരിക്കും. ഇന്ന് അനുഭവിക്കുന്ന പല ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് ഇപ്പോഴും കുറേ യൂത്തന്മാർ നമ്മുടെ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അവരൊരു സിനിമയിൽ അഭിനയിക്കും. ആ സിനിമ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 100 ദിവസം ഓടും. പക്ഷേ പിന്നെ അവർക്കൊരു അവസരം അവർക്ക് കിട്ടത്തില്ല. ഈ സിനിമാ താരം എന്നുള്ള ലേബൽ വെച്ചിട്ട് പിന്നീട് ജോലിയും ചെയ്യാൻ കഴിയില്ല. അതുമാത്രവുമല്ല, ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ എനിക്ക് ഒരുപാട് സിനിമകൾ കിട്ടും. അതുകൊണ്ട് തന്നെ ഉള്ള ജോലിയും കളഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ പുറകെ വന്നിട്ടുണ്ടാവുക. അങ്ങനെ കുറേ നാൾ എന്ന് പറഞ്ഞാൽ ഇവൻ അതുപോലെ അനുഭവിക്കും. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗത് മാനുവൽ എന്ന് പറയുന്ന നമ്മുടെ ആട് 3-ലൊക്കെ ഉണ്ട്. അയാളുടെ ഒരു കഥ 2-3 ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ അയാൾ പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ തുടരെ സിനിമകൾ വന്നു. ആ സിനിമകൾ വന്നപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം ഹാപ്പിയായി, എൻ്റെ ജോലിയൊക്കെ വിട്ടു. പിന്നീട് എന്ന് പറഞ്ഞാൽ സിനിമേൻ്റെ കൂടെ പോയി. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെയല്ല അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വിജയങ്ങൾ വരണം. ആ വിജയങ്ങളും ഭാഗ്യങ്ങളും ഇല്ലെങ്കിൽ പിന്നെന്ന് പറഞ്ഞാൽ അവിടെ പരാജയമാണ്. അതുപോലെ തന്നെയാണ് ഭഗത്തിനും സംഭവിച്ചത്. പിന്നീട് എന്ന് പറഞ്ഞാൽ അയാൾ മദ്യപാനത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ ഇട്ടേച്ചു പോയി. പിന്നീട് വല്ലാത്ത പിടിച്ചൊരവസ്ഥയിൽ, എന്തിനധികം പറയുന്ന അയാളെ കാറ് വരെ വിറ്റു. എന്നിട്ട് ഇപ്പോഴയാൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാം, ഞാൻ ഓട്ടോറിക്ഷയിലും ബസ്സിലുമാണ് ഇപ്പോഴും യാത്ര ചെയ്യുന്നതെന്ന്. അതാണ് ഒരു മനുഷ്യൻ്റെ എന്താ പറയേണ്ടത്, അയാളൊരു നല്ലവനാണ് എൻ്റെ അഭിപ്രായത്തിന്. അയാളുടെ പാതയാണ് നമ്മൾ പിന്തുടരുന്നത്. എന്താ കാര്യം എന്നറിയാം, അയാൾ നല്ല സമ്പന്നതയിൽ ജീവിച്ചു. പക്ഷേ ഒരു വീഴ്ച വന്നപ്പോഴേ അയാൾ എന്ത് ചെയ്തു അറിയാം, ഇതങ്ങ് ഒഴിവാക്കിയിട്ട് ഈ ജീവിതം എനിക്ക് വേണ്ട, ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് അയാൾ പോയില്ല. അയാൾ എന്ത് ചെയ്തു എന്നറിയാം, അയാൾ കാറ് വിറ്റു. അയാൾ ഓട്ടോറിക്ഷയിലും ബസ്സിലും സഞ്ചരിക്കാൻ വേണ്ടി അയാൾ പഠിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ പയ്യന്നൂർ മരിച്ച ആ ചെറുക്കൻ, ഇനി എന്തിൻ്റെയൊക്കെ പേരിലായാലും, അതായത് ആ ചെറുക്കനും എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സിനിമയിൽ വേണ്ട വിധത്തിൽ എത്തപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചെറുപ്പം മുതൽ ഈ ഒരു താരപരിവേഷം, നീ ഒരു വലിയ ആളാണ്, നീ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ നീ ഒരു ഇതാണ്, അനാവശ്യമായിട്ട് പിള്ളേരിങ്ങനെ പറഞ്ഞ് പോഴ്ത്തിക്കൊണ്ടിരിക്കും. ഇപ്പോഴെല്ലാവരും കാണിക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യിപ്പിക്കുക, അതിൻ്റെ വരുമാനത്തിൽ ജീവിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പലതരത്തിലും നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ കുട്ടികളെ വെച്ച് ചെയ്യുന്ന കാണുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം തന്നെയാണ്. അതായത് ഒരു ഇതെത്തിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വീഡിയോസ് ഇങ്ങനെ വരാൻ തുടങ്ങും. ഇവരെന്തോ സ്വയമായിട്ടങ്ങ് സെലിബ്രിറ്റികളാകും. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ജോലിയും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നീട് ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് ഉയർച്ചയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലോ, അല്ലെങ്കിൽ വളർന്നു കഴിഞ്ഞാൽ ഈ ടാലൻ്റ് ഒന്നും കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ടാലൻ്റുള്ള നല്ല കുട്ടികളും അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലുതായതിന് ശേഷം ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ 1-2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇവനോട് ചെറുപ്പം മുതൽ പറഞ്ഞു വരുന്നത് എന്തായിരിക്കും എന്നറിയാം, നീ ദിലീപിൻ്റെ കൂടെ അഭിനയിച്ചവനാണ്, നീ മറ്റവൻ്റെ കൂടെ അഭിനയിച്ചവനാണ്, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിനക്കൊരു വലിയ ലോകം ഇവിടെയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ഇവനെ വളർത്തുന്നുണ്ടാവുക. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അമിഞ്ഞു പോവുക. അതാണ് ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് ഒരിക്കലും അനാവശ്യമായിട്ടുള്ള പ്രതീക്ഷ കൊടുക്കരുത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സനൂഷേൻ്റെ കാര്യം തന്നെ. സനൂഷ എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടോ? സനൂഷേനെ എന്തുകൊണ്ട് സിനിമയിൽ കാണുന്നില്ല? അതായത് ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സിനിമയിൽ അഭിനയിച്ച് നല്ല പൈസ ഉണ്ടാക്കി നല്ല രീതിയിൽ അഭിനയിച്ചൊരു കുട്ടിയാണ്. പക്ഷേ വളർന്നപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകമാനം ഇനിയിപ്പോൾ സിനിമയിൽ പോയാൽ വിജയിക്കുമോ, അങ്ങനെ 2-3 സിനിമയിൽ അഭിനയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് സിനിമയിലേക്കൊന്നും വന്നിട്ടില്ല. അവരവരെ പഠിക്കാനോ അതിലും നല്ലത് ജോലിയാണെന്ന് അവർക്ക് മനസ്സിലായി കാണും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെയാണ്. ഇവിടെ നിൽക്കണമെങ്കിലും നല്ലൊരു ഭാഗ്യം വേണം, സാമ്പത്തികം വേണം, ഇതെല്ലാം വേണം. ഇതൊന്നും ഇല്ലാത്തവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിരാശ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ കിട്ടൂലായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ പയ്യന്നൂരിലെ ആ പയ്യൻ്റെ കാര്യം എടുത്തപ്പോഴേ എനിക്ക് തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വേറെ കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഇനി ഡിപ്രഷൻ മൂഡ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് ചെറുപ്പങ്ങളിലുള്ള ആ ഫെയിമും കാര്യങ്ങളും വലുതായപ്പോൾ നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു വലിയ ഡിപ്രഷൻ മൂഡ് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ഇവരെ സിനിമാ താരങ്ങളെ ബന്ധുവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരൊക്കെ വേണ്ട വിധത്തിൽ ഇവനെ സഹായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹായിച്ചിട്ടില്ല.
അവർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അവരൊക്കെ ഹിറ്റ് സിനിമ ഇറക്കിയിട്ടും കൂടി ഈ പയ്യൻ്റെ ഒരു പ്രസൻസ് ഒന്നും അതിൻ്റെ അത് കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാകാം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെ മക്കളെ അനാവശ്യമായിട്ടെങ്കിൽ ഫേമസ് ആക്കരുത്. ചെറുപ്പത്തിലൊന്നും ഫേമസ് ആക്കരുത്. അവർ പഠിക്കട്ടെ. അവർ പഠിക്കുമ്പോൾ അവരെ ഇങ്ങനെ നോക്കിക്കാണുക. അവരുടെ പ്രോത്സാഹനങ്ങൾ ചെറിയ രീതിയിൽ കൊടുക്കുക. അല്ലെങ്കിൽ വലുതായി കഴിഞ്ഞാൽ നീ ഇതിലും വലിയ ആളാവും, അല്ലെങ്കിൽ ഇവിടുത്തെ ഒന്നല്ല നിൻ്റെ ലോകം, ഇതിലും വലുതുണ്ട്, അങ്ങനെ പറഞ്ഞ് പിന്നീട് അവനത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ വലിയ നിരാശനാവും. പണ്ടത്തെ ആൾക്കാരെ കാണുന്നില്ലേ, അതായത് ആ കുട്ടികളെയൊന്നും ആരും നീന്തം പഠിപ്പിക്കണ്ട, അല്ലെങ്കിൽ വേറെയൊന്നും പഠിപ്പിക്കണ്ട. പണ്ട് എനിക്ക് തോന്നുന്ന ഒരു 90 കിഡ്സ്, ഈ 90 കിഡ്സിനൊന്നും ആരും നീന്തം പഠിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിച്ചിട്ടോ ഇല്ല വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചോ ഒന്നുമില്ല. എല്ലാം എന്ന് പറഞ്ഞാൽ സ്വയം പഠിച്ചതാണ്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണോ? ഇന്നെന്ന് പറയുന്നത് നീന്തം പഠിക്കേണ്ടിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല നീന്തം പഠിപ്പിക്കുന്ന ആരാണ്? അയാളുടെ അടുത്ത് കൊണ്ടാക്കും. ഫീസൊന്നും ഒരു പ്രശ്നമല്ല. പണ്ടൊക്കെ നമ്മൾ എന്താ പറയുക, എത്ര വലിയ വെള്ളത്തിൽ ചാടിയിട്ടും നീന്തും. അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം എന്താ, ആ ഒരു ധൈര്യമാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു ധൈര്യം കൊടുക്കാൻ ആരുമില്ല, ആരും ധൈര്യം കൊടുത്തതുമില്ല. കാരണം മാതാപിതാക്കൾക്കൊക്കെ ആദ്യമാണ്, എൻ്റെ മക്കൾ വഴിതെറ്റി പോകുമോ, അയ്യോ എൻ്റെ മക്കൾ ഇനി എന്താകും, എൻ്റെ മക്കൾ ഇനി വളർന്നു കഴിഞ്ഞാൽ എന്താകും. ഈ ഒരു ആദ്യം കൊണ്ടാണ് ഇന്ന് മനുഷ്യന്മാർ മുഴുവൻ ജീവിക്കുന്നത്. എന്തിനധികം പറയുന്നു, ഇപ്പോഴത്തെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഓർത്തിട്ട് മാത്രമാണ്. അവരെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടാകും, അവരവരുടേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും. എന്നാലും ചില മാതാപിതാക്കൾക്ക് അയ്യോ എൻ്റെ മക്കൾ ബേക്കിലായി പോവോ, അയ്യോ എൻ്റെ മക്കൾ ബേക്കിലായി പോവോ, അയ്യോ അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുവായിരുന്നു. അതൊരിക്കലും പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരെ അങ്ങ് വിട്ടേക്കണം. അവരെ അങ്ങ് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ദൂരെ നിന്ന് ശ്രദ്ധിക്കുക. അതാ വേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് പറയാനുള്ളൊരു കാരണമുണ്ട്. അതായത് നമ്മളെ ടി ജി രവിക്കെന്ന് പറഞ്ഞാൽ 4 ബെൻസ് കാറങ്ങാറ്റുണ്ട് പോലും. ആ ബെൻസ് കാറ്, അതുപോലെ തന്നെ ഡ്രൈവർമാരുണ്ട്. ഇയാളെ മക്കളെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾ ബസ്സിൽ അത് കയറ്റി വിടുക. ഒരാൾ ചോദിച്ചു, ഇത്രയും കാറുണ്ട്, ഡ്രൈവർമാരുണ്ട്, ഇവരൊക്കെ ഉണ്ട്, എന്നിട്ടും എന്തിനാണ് ഈ പിള്ളമാർ ഇങ്ങനെ ബസ്സിൽ കയറ്റി വിടുന്നത്? അപ്പോഴയാൾ പറഞ്ഞതാണ്, മറ്റു കുട്ടികൾ എങ്ങനെയാണ് പോകുന്നത്, ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ മക്കൾ വളരാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ ഇത് ബുദ്ധിമുട്ട് നാളെ മുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിള്ളേരെ പട്ടിണിക്കിരിക്കണം, അല്ലെങ്കിൽ പിള്ളമാരെ ഓട്ടോറിക്ഷ മാറ്റിയിട്ട് നടത്തി വിടണം, ഇതൊന്നും അല്ല പറയുന്നത്. പക്ഷേ അവർക്ക് വേണ്ട പ്രോത്സാഹനമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ മറ്റവനെ കണ്ട ഇപ്പോൾ ഏതെങ്കിലും റീല് കാണിച്ചിട്ട് ഇതുപോലെ നീയും നാളെ മുതൽ ചെയ്യണം, ആ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിനക്കും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പണ്ട് ഏതൊരു ശങ്കരൻ തുണിയാൽക്കിനി എന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ കുട്ടികളെ കൊണ്ട് വെച്ചും അമ്മമാർ കൊണ്ടുപോയിട്ട് തുണിയാൽക്കിച്ചിനി. എന്നിട്ട് എന്താ കാര്യം ഉണ്ടായത്? ശങ്കരനെയും കാണുന്നില്ല, ഇപ്പോൾ തുണിയും കാണുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതോ ഒരു ശങ്കരൻ വൈറലായി എന്ന് വെച്ചിട്ട് എല്ലാ ശങ്കരന്മാരും വൈറലാവൂല. അത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാത്തിനും ഭാഗ്യവും കാര്യവും വേണം. അതുകൊണ്ട് തന്നെ ഇവർ വളർന്നു വന്നാൽ ഇവരുടെ പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ അവർ സ്വീകരിച്ചോട്ടെ, അവർ തീരുമാനിച്ചോട്ടെ. നിങ്ങൾ ഇതിനെ ആദ്യം പിടിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, വിദ്യാഭ്യാസത്തിന് വേണ്ട വളം മാത്രം ഇട്ടിങ്ങനെ കൊടുക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പകുതി ലോകം നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. നമ്മുടെ മലയാളികൾ, ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ആശങ്ക എന്ന് പറഞ്ഞാൽ മലയാളികൾക്കാണ്. അവർക്കാണ് പഠിപ്പിച്ചാലും അവർക്ക് മതിയാവില്ല. അവരങ്ങനെയുള്ള ടെൻഷനും കൊണ്ട് ജീവിക്കുന്നവരാണ്. അതായത് മക്കളെ ഒരു യന്ത്രം പോലെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പലതും ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്, പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ ജീവിതത്തിൽ വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോഴെല്ലാവരും ഏതോ ഒരാൾ നേഴ്സാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നേഴ്സിങ്ങിന് പോയി. ഇപ്പോഴെന്താണ് പറയുന്നത്? അതായത് ഒരു ഹോട്ടൽ പണിക്കാരൻ്റെ പൈസ പോലും അവർ കൊടുക്കുന്നില്ല. ഒരു ഹോട്ടലിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ദിവസം 1000 ഉറുപ്യ വൈകുന്നേരം ആകുമ്പോൾ മേടിച്ച് വരാം. ഇവിടെ എന്ന് പറഞ്ഞാൽ 14,000-നും 15,000-നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ എന്നാ പറയേണ്ടത് ഇത് ശുശ്രൂഷിച്ചിട്ട് നടക്കലാണ്. അതല്ല വേണ്ടത്. നിങ്ങൾക്കിനി ഹോട്ടൽ പണിയാവേണ്ട, അതിന് പോയി ചെയ്യണം. അതാ വേണ്ടത്. അന്തസ്സുണ്ട്, എല്ലാ പണിക്കും അന്തസ്സുണ്ട്. നന്ദി, നമസ്കാരം കേട്ടോ. ഹൈപ്പ് ചെയ്തോ. ബൈ.